കാരുണ്യമൂർത്തിയായ ബോധിസത്വ അവതാരമാണ് ദലൈലാമയെന്നാണ് ടിബറ്റൻ മഹായാന ബുദ്ധ പാരമ്പര്യത്തിലെ വിശ്വാസം. ബോധോദയം നേടിയിട്ടും മറ്റുള്ളവരെ അത് നേടാനായി സഹായിക്കുന്നതിനായി ജനിമൃതികളുടെ ആവർത്തന ചക്രത്തിൽ തുടരാൻ തീരുമാനിച്ച അവലോകീതേശ്വര അവതാരമാണ് ദലൈലാമകൾ. ദലൈ എന്ന മംഗോളിയൻ വാക്കിന്റെ അർത്ഥം സമുദ്രമെന്നാണ്. വിജ്ഞാന മഹാസാഗരമെന്നാണ് ദലൈലാമ എന്ന വാക്കിന്റെ പൂർണ്ണാർത്ഥം. സമാധാനത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ആത്മീയജ്ഞാനത്തിൻ്റെയും ആഗോള ബിംബമായ 14-ാം ദലൈലാമയ്ക്ക് 2025 ജൂലൈ 6-ന് 90 വയസ്സ് തികയും. പുതിയ ദലൈലാമ ആരാകും എന്ന ചോദ്യം ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ മനസ്സിൽ മാത്രമല്ല, സമാധാനവാദികളായ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ മണിമുഴക്കമാവുകയാണ്. 1935-ൽ വടക്കു കിഴക്കൻ ടിബറ്റിലെ ഇന്നത്തെ ചിങ്ഹായ് പ്രവിശ്യയിലെ ഒരു കർഷക കുടുംബത്തിലാണ് ലാമോ തുണ്ടുപ് ജനിച്ചത്. 1937-ൽ 13-ാം ദലൈലാമയുടെ പിൻഗാമിയെ തേടിയുള്ള ബുദ്ധസന്യാസിമാരുടെ അന്വേഷണം എത്തിനിന്നത് ലാമോ തുണ്ടുപിലാണ്. പരിശോധനകളും പരീക്ഷകളും കടന്ന തുണ്ടുപ് 2-ാം വയസ്സിൽ ഔദ്യോഗികമായി 14-ാം ദലൈലാമയായി അംഗീകരിക്കപ്പെട്ടു. 1940 ഫെബ്രുവരി 22-ന് 4-ാം വയസ്സിൽ ലാസ നഗരത്തിലെ പോട്ട്ല പാലസിൽ നടന്ന ചടങ്ങിൽ ടെൻസിൻ ഗ്യാറ്റ്സോ എന്ന പേരിൽ അദ്ദേഹം സ്ഥാനാരോഹിതനായി. ഒരേ സമയം അദ്ദേഹം ടിബറ്റിന്റെ താൽക്കാലിക ഭരണാധികാരിയും ആത്മീയാചാര്യനുമായി. ആയിരത്തി 1950-ലാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ടിബറ്റിൽ കടന്ന് ബുദ്ധിസ്റ്റ് മതഭരണകൂടത്തെ അട്ടിമറിച്ചത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ദലൈലാമയും ടിബറ്റൻ ഭരണകൂടത്തിലെ നിർണായക വ്യക്തിത്വങ്ങളും ലാസയിൽ നിന്ന് സിക്കിം അതിർത്തിയിലേക്ക് മാറി. 1952-ൽ ചൈനീസ് പരമാധികാരം നിലനിർത്തിക്കൊണ്ട് ടിബറ്റിന്റെ സ്വയം ഭരണാധികാരം അനുവദിക്കുന്ന തരത്തിൽ കരാറിലെത്തിയ ശേഷം ദലൈലാമ ലാസയിലേക്ക് മടങ്ങി. ആയിരത്തി 1959-ൽ ദലൈലാമയെ അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയ്ക്ക് പിന്നാലെ ചൈനീസ് അധികാരത്തിനെതിരെ ഉണ്ടായ ടിബറ്റൻ മുന്നേറ്റം പരാജയപ്പെട്ടതോടെ ദലൈലാമ ലാസയിൽ നിന്ന് പലായനം ചെയ്തു. ഹിമാലയം കടന്ന അദ്ദേഹം അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെത്തി. പിന്നീട് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ സ്ഥിരവാസമാക്കുകയും പ്രവാസ ടിബറ്റൻ സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു. ആരാകും പുതിയ ദലൈലാമ എന്ന ചോദ്യത്തിന് ഒരേ സമയം ആത്മീയവും രാഷ്ട്രീയവുമായ തലങ്ങളുണ്ട്. തൻ്റെ പിൻഗാമി 15-ാം ദലൈലാമ ചൈനയ്ക്ക് പുറത്ത് സ്വതന്ത്ര ലോകത്ത് നിന്നായിരിക്കുമെന്ന് ദലൈലാമ പറഞ്ഞിട്ടുണ്ട്. ആ പ്രഖ്യാപനം ചൈനയോടുള്ള സമരം കൂടിയാണ്. കാരണം ദലൈലാമയെ പ്രഖ്യാപിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്നാണ് ചൈന വിശ്വസിക്കുന്നത്.